ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന തിരുവാഴിയോട് ജംഗ്ഷനാണ്. ഇപ്പോൾ ബൈക്ക് ഓട്ടോ ഒക്കെ പോകുന്നത് മണ്ണാർക്കാട് റൂട്ടിലേക്കാണ്. ഈ കാണുന്ന റൂട്ട് നേരെ പാലക്കാട്ടിലേക്കുള്ളതാണ്. ഇതാണ് തിരുവാഴിയോട് ജംഗ്ഷൻ. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ജംഗ്ഷൻ തന്നെയാണ്. ഇവിടുന്ന് നമ്മൾ ഈ ബസ് പോകുന്ന റൂട്ട് നേരെ അങ്ങോട്ട് കാണുന്നത് നമ്മൾ ചെർപ്പശ്ശേരി പോകുന്ന റൂട്ടാണ്. ഈ കാറ് പോകുന്ന റൂട്ട് ചെർപ്പശ്ശേരി പോകുന്ന റൂട്ടാണ്. സോ ഈ റൂട്ടിൽ നമ്മൾ ഈ ഒരു കനാൽ സൈഡ്, ഈ ഹൈവേ സൈഡ് എന്നൊക്കെ ചെർപ്പശ്ശേരി പാലക്കാട് ചെർപ്പശ്ശേരി ഹൈവേ ആണ് ഈ കാണുന്നത്. ഈ ഒരു കനാൽ സൈഡ് ഭാഗത്ത് നിന്ന് നമുക്കൊരു 600 മീറ്റർ ഇല്ല, 500 to 600 മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ദൂരമുള്ളൂ. നമ്മൾ കണ്ട ആ ജംഗ്ഷൻ എന്ന് ഈ ഒരു പ്ലോട്ടിലേക്ക്, ഇതാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്. ഈ പ്ലോട്ടിലേക്ക് നമുക്കൊരു 1 കിലോമീറ്റർ 100 മീറ്റർ അത്രയേ ഉള്ളൂ. അപ്പോൾ 1 കിലോമീറ്റർ പറയാം ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. മെയിൻ തിരുവാഴിയോട് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് 13.25 സെൻറ്റ് സ്ഥലമാണുള്ളത്. കുറച്ച് പുല്ലൊക്കെ വന്ന് കുറച്ച് കാട് പിടിച്ച പോലെ കിടക്കുന്നുണ്ട്. പക്ഷെ നല്ല ഭൂമിയാണ്. ഫ്രണ്ട് നമ്മൾ കയറുന്ന ഈ റോഡിൻ്റെ ഫേസ് ചെയ്യുന്നത് വെസ്റ്റാണ്. ഓക്കെ, അത്യാവശ്യം നല്ല സ്പേസ് ഫ്രണ്ടേജ് ഉണ്ട്. അത്യാവശ്യം മരങ്ങളും അതിനകത്തുണ്ട്. ഒരു 10-15 മേലെ കവുങ്ങുകളുണ്ട്. അതുപോലെ മാവ് നോക്കിയാലും ഇപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഫസ്റ്റ് ജംഗ്ഷൻ കാണുന്നത്. നമ്മളെ റോഡ് തൊട്ട് ഈ ഒരു ലൈൻ വരയ്ക്കും ഒരേ ലൈനിൽ കമ്പിവേലിയുണ്ട് കേട്ടോ. മൊത്തത്തിൽ നമ്മുടെ പ്രോപ്പർട്ടി തന്നെയാണ് എല്ലാം. ഈ ഒരു സൈഡ് കമ്പിവേലി കാണുന്നില്ലേ, ഇത് ഫസ്റ്റ് തൊട്ട് വരയ്ക്കില്ലേ, അതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ട ആ പുല്ല് മാറ്റി കണ്ട അത് തൊട്ടിട്ട് നമുക്ക് ഫ്രണ്ട് വരെ റോഡ് വരയ്ക്ക് നമ്മുടെ വഴിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നല്ലൊരു എൻട്രൻസ് ഇതിലേക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട്. കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അടുത്തൊക്കെ വീടുകളുണ്ട്. ലെഫ്റ്റിൽ വീടുണ്ട്, അപ്പുറത്തൊരു പുതിയ വീട്, റൈറ്റ് സൈഡിൽ വീട് പുതിയത് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ബൗണ്ടറി വരുന്നത്. അപ്പുറത്ത് ഇതേപോലെ വഴി അവരിൻ്റെ പ്ലോട്ടിലേക്ക് ബാക്കിലേക്ക് പോകാനുള്ള വഴിയുണ്ട് കേട്ടോ. അങ്ങനല്ലേ, കവുങ്ങുകൾ, മാവുകൾ, അങ്ങനെ പലതരത്തിലുള്ള വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ്. മാവ് നോക്കിയാൽ ഒരു 6 മാവിൽ കൂടുതലുണ്ട്. അതുപോലെ തെങ്ങും ഒരു 6 പക്ഷേ കായ്ക്കുന്ന ലെവലിൽ തെങ്ങായിട്ടില്ല കേട്ടോ. ചെറിയ ചെറിയ തെങ്ങുകളാണ്, അതൊരു 6 തേക്കും ഒരു 5-6 തേക്കുകളുണ്ട്. അതുപോലെ പ്ലാവ് നോക്കിയാൽ നല്ല കായ്ഫലമുള്ള പ്ലാവുകൾ ഒരു 6 പ്ലാവുകളുണ്ട്. പിന്നെ ഇഷ്ടംപോലെ വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. കവുങ്ങുകൾ 15 മേലെ കവുങ്ങുകളുണ്ട്. അതാണ് ലാസ്റ്റ് ബൗണ്ടറി നമ്മൾ കാണുന്നത് കേട്ടോ. സോ ഇവിടെ തൊട്ട് നമ്മൾ എൻട്രി അടിക്കുമ്പോൾ നമുക്ക് അതുവരെ ലാസ്റ്റ് വരെ പോയി നോക്കാം. അപ്പോൾ ഇതാണ് കമ്പിവേലി ഇവിടെ കെട്ടിയിരിക്കുന്നത്. കമ്പിവേലി ഇട്ടിട്ടാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള മരങ്ങളുണ്ട്. ഇതിനകത്ത് പട്ടയില്ല, പട്ടയുടെ മരമുണ്ട്. അതുപോലെ അതിന് ഇലമംഗലെന്നോ അങ്ങനെ പറയുന്ന മരമുണ്ട്. പിന്നെ കുറച്ച് മാവ്, കുരുമുളക്, അത്യാവശ്യം പലതരത്തിലുള്ള മരങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. ഇതാണ് തെങ്ങുകളൊക്കെ ഇത്ര ചെറിയ തെങ്ങുകളായിട്ടുള്ളൂ. വലിപ്പം വെച്ചിട്ടുള്ള ചെറിയ ചെറിയ തെങ്ങുകൾ വെച്ചതിൻ്റെ ഉള്ളൂ. അതൊക്കെ നന്നായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഏരിയ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അത്ര ഒരു ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല എന്നുള്ളൂ. അത്യാവശ്യം നല്ല മാവുണ്ട് കേട്ടോ, മാങ്ങകളുണ്ട് എല്ലാ മാവിലും. ഇതാണ് പ്രോപ്പർട്ടി എൻട്രൻസ് വരുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു ഏരിയ ലാസ്റ്റ്, ഈ കാണുന്ന ഈ ഒരു പോർഷനിൽ ലാസ്റ്റ് നമുക്കൊരു ശരിക്കും ഒരു കിണർ ഒഴിക്കാനുള്ള പാകത്തിനുള്ള സ്പേസ് ഉണ്ട്. കാരണം ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വേറെ ഒന്നിനും പ്രത്യേകിച്ച് യൂസ് ചെയ്തില്ലെങ്കിലും ഇങ്ങനൊരു ചെറിയൊരു എൻട്രി നമുക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലേ, ചക്കയൊക്കെ നല്ല കായ്ച്ച് നിൽക്കുന്നുണ്ട് പ്ലാവിൽ. സോ ഇവിടുന്ന് നമുക്ക് ലാസ്റ്റ് എൻട്രി ഇതാണ് ഒരു കോർണർ വരുന്നത്. പിന്നെ ലാസ്റ്റ് കോർണർ ഈ ചക്കേൻ്റെ അവിടെ നമ്മൾ കണ്ടത് ഈ ഒരു പില്ലറ്, പിന്നെ കാണുന്നത് ഈ ഒരു പില്ലറ്. ഓക്കെ, അപ്പോൾ അതൊരു ജംഗ്ഷൻ. പിന്നെ ലാസ്റ്റ് ഇവിടെ ഈ ഒരു പ്ലാവിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ജംഗ്ഷൻ. ഇങ്ങനൊരു ചെറിയൊരു പോർഷൻ കൂടി. ഇപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞൊരു കിണർ ഒഴിക്കാനുള്ള കറക്റ്റ് ഒരു പോർഷനാണ്. കാരണം ബാക്ക് സൈഡ് ഈസ്റ്റ് നോർത്ത് ആയിട്ട് കോർണറിൽ തന്നെ നമുക്കവിടെ കിണർ ഒഴിക്കാനുള്ള കറക്റ്റ് സ്ഥാനം അവിടെ തന്നെ ഉണ്ട്. ഇവിടെ നമുക്കിതാ ഈ പ്ലാവിലും അത്യാവശ്യം അങ്ങനെ ഉള്ള പ്ലാവുകളിലൊക്കെ അത്യാവശ്യം നല്ല ചക്ക കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇപ്പോൾ ഇത് ടോട്ടലുള്ളത് ഞാൻ പറഞ്ഞ പോലെ 13.4 സെൻറ്റ് സ്ഥലമാണ്. നമുക്ക് എന്തായാലും പ്രോപ്പർട്ടി നടന്ന് കാണാൻ കുറച്ചൊരു ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കഷ്ടമുണ്ട്. എന്നാലും നമുക്ക് ഫുള്ളായിട്ട് നോക്കാം. ഇതാണ് ഈ കമ്പിവേലി, ഇത് കാണുന്നത് ഇതാണ് ഇതിൻ്റെ ഈ ഒരു എൻഡ് വരുന്നത്. ഈ ഭാഗത്ത് ഈസ്റ്റ് സൈഡാണ് കേട്ടോ. സോ നമുക്കൊരു വീടെടുക്കുമ്പോൾ നമുക്ക് വെസ്റ്റ് സൈഡ് വേണം, നോർത്ത് സൈഡ് ഫേസ് ചെയ്തിട്ട് നമുക്ക് വീടെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ കിണർ നമുക്ക് വീടിൻ്റെ കിഴക്ക് സൈഡിൽ കറക്റ്റായിട്ട് കൊടുക്കാം. കിച്ചൻ്റെ ഏരിയ അപ്പോൾ അവിടെ ലാസ്റ്റ് കാണില്ല, അവിടെ വീടാണ്. അവിടെ നമുക്ക് പില്ലർ അവിടെ കണ്ടില്ല. നമുക്ക് അതുവരെയ്ക്ക് ഒന്ന് പോയി നോക്കാം കറക്റ്റായിട്ട് കംപ്ലീറ്റ് ഏരിയയും. ശരിക്കും പുല്ലൊന്ന് വെട്ടിയതാണെങ്കിൽ കറക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു.
ഇപ്പോൾ അത്യാവശ്യം നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞു കിടക്കണം. അത്യാവശ്യം തേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കമ്പിവേലി കാണുന്നത്. ഇതൊക്കെ നമ്മുടെ പ്ലോട്ടിൻ്റെ ഏരിയൻ്റെ സൈഡ് വരുന്നത്. നല്ലൊരു മാവ് ഈ ഒരു ഏരിയയിലേക്ക് കണക്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് ലാസ്റ്റ് അപ്പോൾ അപ്പുറത്ത് കണ്ട ഒരു വെട്ടുകല്ല് കൊണ്ടൊരു വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അവരുടെ കിണറും ഉണ്ട് കേട്ടോ. കിണറ്റിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ടെന്നാണ് പറഞ്ഞ്. അപ്പോൾ ഇതാ കിണർ കാണണം നമ്മൾ. അത്യാവശ്യം നല്ല വട്ടമുള്ളൊരു കിണർ തന്നെയാണ്. ഇവിടെ നമുക്ക് ശരിക്കും ഒന്ന് നടക്കാൻ കുറേ ഇതൊക്കെ ഉള്ളതാണുണ്ടേ. ഇതൊരു ചെറിയൊരു കുറച്ചും കൂടി ഹൈറ്റ് കൂടുതൽ, മറ്റേ ആ സ്ഥലത്തിന് കുറച്ച് ഹൈറ്റ് കൂടുതലായിട്ട് ഈ സ്ഥലം കിടക്കുന്നുണ്ട്. ഇവിടെ വെട്ടുകല്ല് കൊണ്ട് ഒരു വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്ലോട്ടിന് അടുത്ത് തന്നെ. പക്ഷെ നല്ലൊരു പ്ലോട്ട് കേട്ടോ. നല്ല ഒരു കാമൻ പീസായിട്ടിരിക്കുന്ന ഒരു പ്ലേസ്. പക്ഷേ ഹൈവേ നിന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 1/2 കിലോമീറ്റർ ദൂരം തന്നെ ഉള്ളൂ. ഇതാണല്ലോ ഈ ഒരു പ്ലാവിൽ അത്യാവശ്യം നല്ല ചക്ക കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നൊരു മരം ഉണ്ടല്ലോ, പട്ട, യലമംഗലം എന്ന് പറഞ്ഞ മരം. അതാണ് കേട്ടോ ഈ കാണുന്ന മരം, യലമംഗലം എന്ന് പറഞ്ഞാൽ. ഇത് ബിരിയാണിയിലൊക്കെ ഇടുന്ന ഇല നമ്മൾ കണ്ടിട്ടില്ലേ. ഇതും കൊണ്ട് നമ്മൾ മാവ് വെച്ചിട്ട് സ്വീറ്റ്സും ഉണ്ടാക്കാറുണ്ട് ഈ ഇല വെച്ചിട്ട്. നല്ല മണമാണ്. ഇതാണ് ആ ഇല കേട്ടോ, കാണുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ മരവും നമുക്ക് ഇതിനകത്തുണ്ട്. അങ്ങനെ ഒരുപാട് മരങ്ങളും കവുങ്ങുകളും തേക്ക്, പ്ലാവ് എല്ലാം ഒരു കാമൻ പീസായിട്ടുള്ളൊരു സൂപ്പറായിട്ടുള്ളൊരു ഹൗസിംഗ് പ്ലോട്ട്. നല്ലൊരു വീട് വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലോട്ട്. വെള്ളത്തിനും കുഴപ്പമില്ല, അടുത്തൊക്കെ വെള്ളം കിട്ടുന്ന സ്ഥലം തന്നെയാണ്. അങ്ങനെ നല്ലൊരു വീട് വെച്ച് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലോട്ട്. അതുപോലെ തന്നെ നമുക്ക് മെയിൻ ഹൈവേ, ഇപ്പോൾ പാലക്കാട് ചെറുപ്പശ്ശേരി ഹൈവേ ആണ് നമ്മൾ കണ്ടത്. ആ ഹൈവേ എന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരു 1/2 കിലോമീറ്റർ അത്രയും ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ചെറുപ്പശ്ശേരി പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് എടുക്കും. അതേപോലെ തന്നെ നമുക്ക് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ കൊണ്ട് ഒറ്റപ്പാലത്ത് എത്താൻ പറ്റും. അതുപോലെ നമുക്ക് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് അങ്ങോട്ടേക്കാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താം. അതേപോലെ മണ്ണാർക്കാട്ടിലേക്കാണെങ്കിൽ നമുക്കൊരു 1/2 മണിക്കൂറിൻ്റെ അടുത്ത് ടൈം മതി മണ്ണാർക്കാട് പോയി ചേരാം. അങ്ങനെ എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സൂപ്പർ പ്രോപ്പർട്ടി. 13.25 13.4 സെൻറ്റ് സ്ഥലമാണുള്ളത്. പഞ്ചായത്ത് റോഡ് ഫേസ് ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഇത്രയും നല്ല ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസാണ് സൂപ്പറായിട്ടുള്ളത്. സെൻറ്റിന് 1 ലക്ഷം രൂപയാണ് ചോദിച്ചിട്ടുള്ളൂ. അതും നമ്മൾ കൊടുക്കുന്ന രീതി അനുസരിച്ച്, ഇപ്പോൾ നമുക്ക് റെഡി ക്യാഷ് അങ്ങനെ സ്പോട്ടിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതും നെഗോഷ്യബിളാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അത് എൻ്റെ ഒരു കണക്ക് പറഞ്ഞാൽ വെറുതെ ഒന്ന് വരച്ചു എന്നുള്ളൂ കേട്ടോ. എൻട്രി അടിക്കുന്നതും നോർത്ത് ഫേസ് എങ്ങോട്ടാണെന്നുള്ളത് കണക്ക് കൂട്ടിയിട്ട് ഞാൻ വരച്ചതാണ്. അല്ലാതെ അവരുടെ അടുത്ത് സൈറ്റ് മാപ്പ് ഇല്ല. അപ്പോൾ ജസ്റ്റ് അറിയുന്നതിന് എങ്ങനെയാണ് പ്ലോട്ട് കിടക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു എന്നേ ഉള്ളൂ. ഞാനവിടെ പോയി കണ്ടതിൻ്റെ ഒരു ഇതിൽ. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ വേണ്ട ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും. അതേപോലെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ലൈക്കും ചെയ്തു തരിക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു, ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.